തിരുവനന്തപുരം ശ്രീകാര്യം അതുപോലെ കാര്യവട്ടം ഈ ഒരു ലൊക്കേഷനിലൊക്കെ ബഡ്ജറ്റ് റേറ്റിൽ, അതായത് 60 ലക്ഷം ബഡ്ജറ്റിലൊക്കെ വീടുകൾ ചോദിക്കുന്ന ഒത്തിരിയധികം പേരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു വീടാണ്. എങ്ങനെയാ വെച്ചാൽ 60-നെക്കാട്ടും കുറച്ചൊന്ന് കൂടി നിൽക്കും, ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാര്യവട്ടം കയറാം, അതുപോലെ തന്നെ ശ്രീകാര്യത്തെ പെട്ടെന്ന് കയറാം. MC റോഡിലേക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് കയറാൻ പറ്റുന്ന ലൊക്കേഷനാണ്. പ്രോപ്പർട്ടി വരുന്നത് ഞാണ്ടൂർ കോണത്താണ്. ഞാണ്ടൂർ കോണം ജംഗ്ഷനിൽ നിന്നും തൊട്ടടുത്താണ്. ജംഗ്ഷനിൽ നിന്നൊരു 300 മീറ്റർ ആ ഡിസ്റ്റൻസേ വരത്തുള്ളൂ. അതായത് ഞാണ്ടൂർ കോണം ജംഗ്ഷനിൽ നിന്നും തൊട്ടടുത്തായിട്ട് ഇങ്ങനെ ചേങ്കോട്ടോണ റോഡിൽ ഇങ്ങനെ കയറുമ്പം തന്നെ റൈറ്റിലോട്ട് കാണുന്ന വഴി, അതായത് റോഡ് ഇങ്ങനെ ഇടത്തോട്ട് വളയും, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാം. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ്, ആ ലെഫ്റ്റ് കയറി വീണ്ടും ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതായി ഈ വീട് കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീടാണ്. നമുക്കിതിനൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കാർ പാർക്കിംഗ് നോക്കിയാൽ നമുക്ക് സ്ട്രക്ചറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ 3 സെൻറ്റ് വീടുകളിലൊക്കെ കാർ പാർക്കിംഗ് ഈ ഒരു സൈഡിലേക്ക് പുറത്തായിരിക്കും അവർ കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണെങ്കിൽ അതിനകത്തേക്കാക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ രീതിയിൽ ഇൻ്റർലോക്ക് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. നമുക്കിനി ഇതിൻ്റെ കുറച്ച് മിനുക്കുപണികൾ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി ചെറിയ ചെറിയ ടച്ചപ്പ് വർക്കുകളൊക്കെ ബാക്കി കിടപ്പുണ്ട്. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇന്ന് ഈ വീട് കാണിക്കുന്നത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ഇതാ ഇവിടെ ആയിട്ട് വരും. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തത്. കാരണം ഒരു ബഡ്ജറ്റ് റേറ്റിൽ വിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഈ ബാക്ക് യാർഡ് ഫുള്ളായിട്ട് ഇങ്ങനെ റൂഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ പറയും ഇവിടെ സ്ഥലം കുറവാണല്ലേ എന്ന്. കാരണം ഇത് 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. 3 സെൻറ്റിലെ മാക്സിമം ബിൽഡിംഗ് വരുന്ന രീതിയിൽ, അതായത് 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസ് ആണ്. അതിൽ 3 എണ്ണവും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. നമുക്ക് താഴത്തെ നിലയിൽ 1 ബെഡ്റൂമാണ് വരുന്നത്. റൂമുകളെല്ലാം അത്യാവശ്യം വലിപ്പം തോന്നിക്കും. ഇതിലിപ്പോൾ നമുക്ക് കെരോവിറ്റിൻ്റെ സാനിറ്ററി വെയേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ റെയിലിങ്ങിൽ ഇതുപോലെ ഒരു വുഡൻ ടച്ച് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും വുഡിൻ്റെ വർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. മേളിൽ കയറി വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ ഏരിയ വരും. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു പ്രൈവറ്റ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ടാവും. നമുക്ക് ഈ താഴത്തെ നിലയിലും മേളത്തെ നിലയിലും ഇതാ ഈ കാണുന്ന പോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോഴത്തെ ഒരു പുതിയ വീടുകളിൽ കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. പക്ഷേ അതിനകത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഡോറും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് ഈ ഒരു നിലയിൽ വരുന്നത്. ഇതാ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിൻ്റെ ജനൽ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ലോക്ക് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരും. ഇത് വന്നിട്ട് ഒരു ചെറിയ റൂമാണ്. അതായത് നമുക്ക് 4 റൂമുകളിൽ ഒന്ന് വന്നിട്ട് ഇതുപോലെ നമുക്ക് യൂട്ടിലിറ്റി റൂമായിട്ടോ അല്ലെങ്കിൽ ഒരു കിഡ്സ് റൂമായിട്ടോ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന റൂമാണ്. ഇത് നമ്മുടെ 3ാമത്തെ ബെഡ്റൂമാണ്. ഇത് വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. നമുക്കിത് ഈ കാണുന്ന രീതിയിൽ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. ഈ രീതിയിലായിരിക്കും നമ്മുടെ അയൽവാസികൾ വരും. അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഞാണ്ടൂർ കോണത്ത് നിന്ന് പൗടിക്കോണം അങ്ങനെ ശ്രീകാര്യം കയറാം. പൗടിക്കോണത്ത് നിന്ന് മണ്ണന്തല കയറാൻ സാധിക്കും. MC റോഡ് കയറാൻ വേറെ ആക്സസ് ഉണ്ട്. അതുപോലെ കാര്യവട്ടത്തേക്ക് ചേങ്കോട്ടോണം പോയി അവിടെ നിന്ന് കാര്യവട്ടത്തേക്കും നമുക്ക് ഈസി ആക്സസ് ആണ്. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾസൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഞാണ്ടൂർ കോണം കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് തന്നെ ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂള്, നമ്മുടെ ഇടവക്കോടാണെന്നുണ്ടെങ്കിൽ ലേക്കോൾ ചെമ്പക, ശ്രീകാര്യത്താണെങ്കിൽ ലൊയോള സ്കൂള്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ആ രീതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി ചോദിച്ചിരിക്കുന്ന വില 62 ലക്ഷം രൂപയാണ്. 3 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല നീറ്റായിട്ടുള്ള വീട്. പുറത്തുള്ള എക്സ്റ്റീരിയർ കാണാൻ നല്ല രസമാണ് കേട്ടോ. വേഗം തന്നെ ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്.